പത്തനംതിട്ട ജില്ലയിലോ സമീപ പ്രദേശത്തോ വിമാനത്താവളം വരുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല. ആറന്മുളയിൽ നേരത്തെ വിമാനത്താവളത്തിൻ്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആറന്മുളയിൽ നെൽവയൽ നികത്തി വിമാനത്താവളം നിർമ്മിക്കുന്നതിനോട് ഏതാണ്ട് മിക്ക രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കം എതിർത്തത്. പ്രത്യേകിച്ചും ഏതാണ്ട് 2000-ഓളം ഏക്കർ നെൽവയൽ നികത്തി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം അത് ആ സമീപ പ്രദേശത്തിന് താങ്ങാൻ കഴിയുന്നതായിരിക്കത്തില്ല. അത്രയും പ്രദേശത്ത് പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിൽ വെള്ളം സംഭരിച്ച് നിർത്തേണ്ട വലിയ ഒരു പ്രദേശമാണ്. അത്രയും പ്രദേശം മണ്ണിട്ട് നികത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി അത് നടത്തി കഴിയുമ്പോഴാണ് അതിൻ്റെ ആഘാതം എത്രമാത്രം വലുതായിരിക്കും എന്ന് പറയാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതുകൊണ്ടാണ് ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് ഉള്ള ചെറുവള്ളിയിൽ വിമാനത്താവളം വേണം എന്നുള്ള ഒരു സബ്മിഷൻ നേരത്തെ 2016 ഞാൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ അതുകൊണ്ട് കേസിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ് ഇടപെട്ടാൽ ആ സിവിൽ പ്രശ്നങ്ങളെല്ലാം നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയും. മാത്രവുമല്ല അതിൻ്റെ പ്രാഥമിക സർവേകൾ എല്ലാം പൂർത്തിയായി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ്. പുതുതായിട്ട് വേണ്ട സ്ഥലങ്ങൾ ആറന്മുളയിലെ പോലെ ഒരു കുടിയൊഴിപ്പിക്കൽ അവിടെ ആവശ്യമില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നു തന്നെ ഉണ്ടാവുന്നൊരു സ്ഥലമല്ല. ഇപ്പോൾ ഏതാണ്ട് മിക്ക അനുമതികളും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര അനുമതി വരെ ലഭിച്ച തൊട്ടടുത്തുള്ള ചെറുവള്ളി വിമാനത്താവളം നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ആറന്മുളയിലെ നെൽവയൽ നികത്തി ഉള്ള വിമാനത്താവള നിർമ്മാണത്തിനുണ്ടാകുന്ന എതിർപ്പ് സ്വാഭാവികമായും അവിടെ ഉണ്ടാവത്തുമില്ല. അപ്പോൾ ആ നിലയിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആറന്മുളയിൽ പരിസ്ഥിതി പ്രശ്നം ഗുരുതരമായി വരുന്നത് കൊണ്ടാണ് അവിടെ ദീർഘനാൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നത്. സ്വാഭാവികമായും അവിടെ തന്നെ വിമാനത്താവളം വരും എന്ന ഒരു നീക്കമാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ ആറന്മുള നിർദ്ദിഷ്ട സ്ഥലത്ത് വിമാനത്താവളം നിർമ്മിക്കുന്നതിൽ CPM നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. പരോക്ഷമായിട്ട് പിന്തുണ കൊടുക്കുന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. ഇപ്പോൾ ഡ്രോൺ സർവേ അവിടെ നടത്തി എന്ന് ഉള്ള വിവരം മാത്രമേ നമുക്കുള്ളൂ. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ കേരള സർക്കാരിൻ്റെയോ ഒരു പുതിയ തീരുമാനം വന്ന വിവരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ ചോദിക്കാറുണ്ട്. ഈ കൂടുതൽ കസ്റ്റഡി മരണ കേസിൽ ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ആരോപണ SA സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ വിഷയത്തിൽ കുടുംബം ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ്. നീതി കിട്ടിയിട്ടില്ലെന്ന് എന്താണ് CPM നിലപാട്? ആ വിഷയത്തിൽ കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ നടന്നത് പൈശാചികമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഗരുഡൻ തൂക്കം അടക്കമുള്ള മർദ്ദനമുറകൾ കേരളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ള വ്യാപകമായ ആക്ഷേപം
അത് മാധ്യമങ്ങൾ തന്നെ വലിയ പ്രാധാന്യം കൊടുത്ത് കൊണ്ടുവന്നതാണ്. മർദ്ദനമേറ്റ കുട്ടി മാത്രമല്ല, അവരോടൊപ്പമുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ, അവരെല്ലാം കടുത്ത മാനസിക ആഘാതം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് വന്ന ശേഷം പോലീസിൻ്റെ നയം എന്തായിരിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കൂടൽ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതിയുടെ മറവിൽ നിരപരാധികളായ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. അതിനെ തുടർന്ന് ആ സംഭവം വ്യാജ പരാതിയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കുറ്റക്കാരെ വെള്ളപൂശുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. യുവജന സംഘടനകളുടെ പ്രക്ഷോഭണം ആദ്യഘട്ടത്തിൽ അവിടെ നടന്നു കഴിഞ്ഞു. ഇതിൽ കുറ്റക്കാരെ കുറ്റം ചെയ്ത ആ ഗുരുതരമായ സാഹചര്യം പരിഗണിച്ച് നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല, അവർ സർവീസിൽ തുടരാൻ യോഗ്യതയുള്ളവരാണോ എന്ന് പോലും പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് കർശനമായ നടപടികൾ അടിയന്തരമായിട്ട് ഉണ്ടാകണം. സ്വാഭാവികമായും അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും. ആ പ്രതിഷേധത്തിനോടൊപ്പം CPM ഉണ്ടാവും. നേരത്തെ നമ്മുടെ ഈ മർദ്ദനം തിരിച്ചു വന്നതെന്ന് പറയാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്റ്റേഷനിലിട്ട് ഇടിച്ച് കൂട്ടുന്നതിൻ്റെ CCTV അടക്കം പുറത്തു വന്നു. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബാറിൻ്റെ മുന്നിലിട്ട് വെറുതെ കല്യാണ പാർട്ടിയുടെ തോളെല്ലാം അടക്കം അടിച്ചൊട്ടിച്ചതാണ്. അപ്പോൾ പിന്നെ പോലീസല്ലേ മാറാത്തത്? അല്ല, പോലീസുകാർക്കിടയിൽ നല്ല പോലീസുകാരുമുണ്ട്, കുറ്റവാളികളുമുണ്ട്. കുറ്റവാളികളായ പോലീസുകാർക്കെതിരെ ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് തന്നെ കേരളത്തിനു മാത്രമല്ല രാജ്യത്തിനാകെ മാതൃകയായ നടപടികളാണ് LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഉള്ള നടപടികൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.